ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മുടെ ക്രിസ്മസ്, ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ കൊല്ലത്തായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 23rd ഈവനിങ് ആയപ്പോൾ തന്നെ യുവക്കുട്ടിയായിട്ട് ഞങ്ങൾ കൊല്ലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. യുവക്കുട്ടി കുറേ നാൾക്ക് ശേഷം ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യുകയാണ്, ട്രെയിൻ യാത്ര എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. ആശാനിങ്ങനെ പുറത്തോട്ട് നോക്കി തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പതിയെ അങ്ങ് ഉറങ്ങിയ ആൾ ഉറങ്ങി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും, കൊല്ലം എത്തിയപ്പോഴത്തേക്കും നല്ലോണം നേരെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടി ആകെ ചടഞ്ഞു, വയ്യാണ്ടൊക്കെ ആയി, നല്ല ടയേർഡായിരുന്നു. അത് കാരണം പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കുറച്ചധികം ബിസി ആയിരുന്ന കാരണം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് നേരെ 25th മോർണിംഗ് ഉള്ള വിഷ്വൽസ് ആണ് കേട്ടോ. ക്രിസ്മസ് മോർണിംഗ് ആണിത്. ക്രിസ്മസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുറേ അധികം വിഷ്വൽസാണ് ഈ കാണുന്നത്. നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വയൽ ചിക്കൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് യുവക്കുട്ടീനെ കൊണ്ട് മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ ആയി. നമുക്ക് കേക്കും വൈനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പവും സ്റ്റൂ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നോക്കിയപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സംഭവമൊന്നും പതിഞ്ഞിട്ടില്ല. അങ്ങനെ യുവക്കുട്ടി ഹാപ്പി ആയിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. എല്ലാവരും കൂടി സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് യുവക്കുട്ടി വൈൻ കുടിക്കുന്ന രംഗമാണ് കേട്ടോ. അവൻ ഒരു തരത്തിലും വൈൻ കുടിപ്പ് നിർത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, കേക്കുമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവൻ നല്ലതാന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഉച്ചത്തേക്കുള്ള മീൻ വറുക്കുന്നതാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇത് ഊണ് കാലമായി. അങ്ങനെ ഇത് ഫുഡൊക്കെ കണ്ടോ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെനൂസ് ഉണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈയും കറിയും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മിനിമലായിട്ടുള്ളൊരു ലഞ്ചൊക്കെ ആയിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അന്ന് ഈവനിങ് 5:30 ട്രെയിനിന് തിരിച്ച് ട്രിവാൻഡ്രം പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെ പതിയെ കഴിഞ്ഞു. വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ക്രിസ്മസ് കൂടി ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഹാപ്പി. പക്ഷെ ആകെ ഉള്ളൊരു വിഷമം വെച്ചാൽ ചാച്ചു നാട്ടിലില്ല എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ഇയർ ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.